ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ ഓണച്ചിത്രങ്ങളിൽ പ്രധാന ചിത്രമായി വന്നത് അജയൻ്റെ രണ്ടാം മോഷണമാണ്. ARM എന്നറിയപ്പെടുന്ന അജയൻ്റെ രണ്ടാം മോഷണം. ടൊവിനോ തോമസ് പ്രധാന കഥാപാത്രം 3 റോളുകളിൽ വരുന്നു. നായക കഥാപാത്രമായ 3 റോളുകളിൽ ടൊവിനോ തോമസ് വരുന്നു. സുജിത് നമ്പ്യാറിൻ്റെ റൈറ്റിങ്ങിൽ ജിതിൻ ലാൽ സംവിധാനം ചെയ്ത സിനിമയാണ്. പുതുമുഖ സംവിധായകനായ ജിതിൻ ലാൽ സംവിധാനം ചെയ്ത സിനിമയാണ് അജയൻ്റെ രണ്ടാം മോഷണം. തിയേറ്ററിൽ നിന്ന് കണ്ടു, 3Dയിലാണ് കണ്ടത്. ആ എക്സ്പീരിയൻസ് നിങ്ങളുമായി പങ്കുവയ്ക്കാം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഓണച്ചിത്രങ്ങളിൽ എന്നല്ല, ഈ അടുത്ത കാലത്ത് വന്ന മലയാള സിനിമകളിൽ തന്നെ ഏറ്റവും മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസാണ് ഈ സിനിമ എനിക്ക് തന്നത്. ശരിക്കും ഞെട്ടിക്കുന്ന ഫാക്ടേഴ്സ് ഒരുപാട് എൻ്റെ അകത്തുണ്ട്. ഒരു എക്സ്പീരിയൻസ്, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ഒരു ഞെട്ടിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ആ സിനിമയ്ക്കകത്ത് ഉണ്ട് എന്ന് തന്നെ പറയാം. ഓരോ കാര്യങ്ങളായി ഞാൻ എടുത്ത് പറയാം. എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ ഒരു വൺ എക്സ്പീരിയൻസ്, സിനിമ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു എന്നതിനുപരി തിയേറ്ററിൽ ഒരു വൺ എക്സ്പീരിയൻസ് ആയിരുന്നു. രോമാഞ്ചം തരുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ. അപ്പോൾ ഇതിലെ പോസിറ്റീവ്സാണ് മെയിൻ, എന്നാൽ നെഗറ്റീവ്സും ഉണ്ട്. പ്രധാനപ്പെട്ട പോസിറ്റീവ്സ് പറയാം. ഏറ്റവും വലിയ പോസിറ്റീവ് ഇതിൻ്റെ ഡയറക്ഷനാണ്. ഡയറക്ഷൻ ഒരു പ്രത്യേക സ്റ്റൈൽ ഓഫ് ഡയറക്ഷനാണ്. പെർഫെക്ഷൻ, എല്ലാ ഫ്രെയിമിലും പെർഫെക്ഷൻ കീപ്പ് ചെയ്തുകൊണ്ടുള്ള വളരെ, അതായത് ഓഡിയൻസിനെ ഒരു തരത്തിലും ബോറടിപ്പിക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഡയറക്ഷൻ സ്റ്റൈലാണ്. ജിതിൻ ലാലിൻ്റെ സംവിധാനം, പുതുമുഖ സംവിധായകനാണ്, സമ്മതിച്ചേ പറ്റൂ. ഇവിടുത്തെ ഏറ്റവും തലമൂത്ത ഡയറക്ടർമാർ പോലും കണ്ടുപഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. രണ്ടാമത് എന്ന് ഞാൻ പറയുന്നെങ്കിലും നമ്മൾ ഓഡിയൻസായി നമുക്ക് ഏറ്റവും പ്രധാനമായി ഫസ്റ്റ് തോന്നുന്ന പ്രധാന കാര്യം ടൊവിനോ തോമസിൻ്റെ പെർഫോമൻസാണ്. ടൊവിനോ തോമസിൻ്റെ ഞെട്ടിക്കുന്ന ഒരു അടിപൊളി, ഒരു എക്സ്ട്രാ ഓർഡിനറി കിഡു പെർഫോമൻസ് തന്നെയാണ് സിനിമയ്ക്കകത്തുള്ളത്. ഇന്ന് വരെ കാണാത്തൊരു ടൊവിനോ തോമസാണ് ആ സിനിമയ്ക്കകത്തുള്ളത്. ഒരു പാൻ ഇന്ത്യൻ ലെവലിലൊക്കെ പുള്ളിക്കാരൻ വളർന്നു കഴിഞ്ഞു. ഈ ഒരൊറ്റ പടം മതി പുള്ളിക്കാരൻ പല ഭാഷകളിലും അംഗീകരിക്കപ്പെടും. ഞാൻ ഉറപ്പ് പറയുകയാണ്. കാരണം അത്രയ്ക്ക് വെറൈറ്റി ആയിട്ടുള്ള 3 കഥാപാത്രങ്ങളെയാണ് പുള്ളിക്കാരൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കഥാപാത്രവും മറ്റു കഥാപാത്രവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ലുക്കിലായാലും പെരുമാറ്റത്തിലായാലും അതൊരു ഭയങ്കര കഴിവാണ്. പിന്നെ ഭയങ്കരമായ മെഴുഴക്കം, സ്റ്റണ്ട് സീനുകളായാലും ഇമോഷണൽ സീൻസ് ആയാലും എല്ലാ തരത്തിലും ഒരു പൊട്ടനെ പോലെ വേണമെങ്കിലും അഭിനയിക്കും, ഒരു കിടിലമായിട്ടും അഭിനയിക്കും. പേടിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസുകളും എൻ്റെ അകത്തുണ്ട്. ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസാണ് ടൊവിനോ ആസിഫ് അലി. ഈ 2 നടന്മാരും ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ഡെഡിക്കേഷനും ഹാർഡ് വർക്കുമുള്ള 2 മലയാള നടന്മാരാണ്. അങ്ങനെ നോക്കിയാൽ ടൊവിനോ തോമസ് തന്നെയാണ് ഒരു പടി മുന്നിൽ. പല പടങ്ങളിൽ തെളിയിച്ചതാണ്. പക്ഷേ പുള്ളിക്കാരൻ്റെ പേരങ്ങനെ പൊങ്ങി വരുന്നില്ല. പക്ഷേ ഈ സിനിമ അത് പുള്ളിക്കാരൻ്റെ ടൊവിനോയുടെ മാത്രം സിനിമയായിട്ട് വേണമെങ്കിൽ നമുക്കത് കാണാം. കണ്ടു തീരുമ്പോൾ ടൊവിനോ തന്നെയായിരിക്കും മനസ്സിൽ, വേറെ ഒന്നുമല്ല. സൂപ്പർ സ്റ്റണ്ട് സീൻസ് ഉണ്ട്. സ്റ്റണ്ട് സീൻസൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഡ്യൂപ്പിനെ പോലും പറ്റില്ലാതെ പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് ചെയ്ത സീൻസ് ഒരുപാടുണ്ട് അതിനകത്ത്. അത് മാർഷൽ ആർട്സൊക്കെ പഠിച്ച് തന്നെയാണ് ചെയ്തത്. ബാക്കി കണ്ട് തന്നെ അറിയണം, ഞാൻ കൂടുതൽ പറയുന്നില്ല. അതൊരു ഹൈലി ഇംപ്രസീവ്, അത്രയ്ക്ക് കിടിലം എന്ന് തന്നെ പറയാം. പിന്നെ എല്ലാവരും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്, വേറെ ഇതൊന്നുമില്ല. പിന്നെ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു ഊർജ്ജം, സിനിമയെ തീയാക്കി മാറ്റുന്ന ഒരു സാധനം. തുടക്കം മുതൽ അവസാനം വരെ അതിനെങ്ങനെ തിളയ്ക്കുന്ന തീയാക്കി മാറ്റുന്ന ഒരു സാധനം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് BGM. എൻ്റെ ഒരു രക്ഷയില്ല. തുടക്കം മുതൽ അവസാനം വരെ പടത്തിൻ്റെ BGMൻ്റെ സ്റ്റൈലെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇന്ന് വരെ കാണാത്തൊരു വെറൈറ്റി പാറ്റേണിലാണ്. അത് ആക്ഷൻ സീനിൽ കറക്റ്റ് ഈ രോമാഞ്ചം, നമ്മളെ മുടിയൊക്കെ പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരവസ്ഥ. പിന്നെ പ്രണയത്തിലാണെങ്കിൽ അങ്ങനെ, ഇമോഷണലാണെങ്കിൽ അങ്ങനെ, ഈ ഫ്ലാഷ് ബാക്ക് വേറെ എന്തെങ്കിലും ക്ലാസ് സീനുകളാണെങ്കിൽ അങ്ങനെ, പറഞ്ഞു തരാൻ പറ്റില്ല. തുടക്കം മുതൽ അവസാനം വരെ BGM ഡീൽ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഒരു സാധനം ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല, സത്യമായിട്ട് കണ്ടിട്ടില്ല. കിട്ടു. അപ്പോൾ ഈ സുഷിൻ ശ്യാമിനെയൊക്കെ എടുത്ത്, സുഷിൻ ശ്യാം എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ എടുത്തൊക്കെ ഇങ്ങനെ വാനോളം പൊക്കുന്നുണ്ട്, അനിരുദ്ധ് എന്നൊക്കെ പറയുന്നുണ്ട്. അവരൊന്നും അല്ല, ഒരു സിനിമയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു BGM, അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. അത് ഈ സിനിമ കണ്ടാൽ മതി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നല്ല തിയേറ്ററിൽ നിന്ന് എൻജോയ് ചെയ്ത് കണ്ടോക്ക്. ഇതിൻ്റെ BGM ഇല്ലെങ്കിൽ സിനിമയുടെ പാതി ജീവൻ പോയി എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് എഫക്റ്റാണ് ഈ സിനിമയ്ക്ക് BGM കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെയാണ്. പിന്നെ തിരക്കഥ ഞാൻ പറഞ്ഞല്ലോ, തിരക്കഥയിൽ വലിയൊരു പ്രശ്നമെന്ന് വെച്ചാൽ കഥയിൽ ഒരു നെഗറ്റീവ് പോയിൻ്റ് കൂടെ ഞാൻ പറയാം. കഥ നമ്മൾ 90s-ലും 2000-ലൊക്കെ കണ്ട പഴയ ഒരു തരം ഗ്രാമീണ ക്ലീഷേ സിനിമയാണ്. കുറച്ച് റിലീജിയസ് ആയിട്ടൊക്കെ ഉള്ള ഒരു ക്ലീഷേ, കണ്ടുമടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അമ്പലം, വിഗ്രഹം, ഗ്രാമം, തിരുവാഭരണം, ജാതി, ഉയർന്നവൻ്റെ പെണ്ണിനെ താഴ്ന്നവൻ സ്നേഹിക്കുന്നു, പ്രണയം, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ഇതിലൊന്നും ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഇതെല്ലാം പഴയ സ്റ്റൈൽ തന്നെയാണ്, പക്ഷേ അതിന് പുതിയ രീതിയിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു കാര്യമേ എനിക്ക് എൻ്റെ അതൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തുള്ളൂ.
കഥ പറയുന്ന രീതി കുറച്ച് ത്രില്ലിംഗ് ആയിട്ട് പോയിട്ടുണ്ട്, ഡയറക്ഷൻ കിടിലമായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ് അത്ര മികച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രധാന കഥയിലോട്ട് കയറുമ്പോൾ പടം ഒന്ന് ഡൗണായി, പിന്നെ ക്ലൈമാക്സിലാണ് പൊങ്ങുന്നത്. പിന്നെ തുടങ്ങുന്നതും ഭയങ്കര ഹൈപ്പോട് കൂടി ഭയങ്കര ആക്റ്റീവായിട്ടാണ് പടം സ്റ്റാർട്ടാകുന്നത്. എൻഡും അതിനേക്കാൾ കിടിലമായിട്ടാണ് തീരുന്നത്. ഓക്കെ, പക്ഷെ നടുക്ക് വരുന്ന ഒരു ഭാഗമുണ്ട്, എന്തിനോ ഡയലോഗ് മാത്രം അടിക്കുന്ന ഒരു വില്ലൻ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അങ്ങനെ മെയിൻ പ്ലോട്ടിലോട്ട് കയറുമ്പോൾ എന്തോ ഒരു സംഭവം, എന്തിനാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഒരു ചോദ്യങ്ങളുണ്ട്. അത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. നമ്മളതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ തിയേറ്ററിൽ പോകുന്നത് പൈസ കൊടുത്ത് സിനിമ കാണാനാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കൊടുത്ത പൈസയ്ക്ക് 100% മുതലാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ സിനിമ. അത് ഞാൻ ഉറപ്പ് പറയാം. പിന്നെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടു, കൊള്ളാം. പിന്നെ എല്ലാ കഥാപാത്രങ്ങളും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ പടം തരുന്നൊരു ഫീലുണ്ടല്ലോ. പിന്നെ പ്രധാന കാര്യം ഞാൻ പറഞ്ഞില്ല, 3D എക്സ്പീരിയൻസിൻ്റെ കേസ് പറഞ്ഞാൽ 3D കാണേണ്ട ഒരു രീതിയുണ്ട്. അത് പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. സ്ക്രീനിൻ്റെ അടുത്ത് പോയിരുന്ന് 3D കണ്ടാൽ ഭയങ്കര 3D എഫക്റ്റ് ഉണ്ടാകുമെന്നും ദൂരോട്ട് പോയാൽ 3D എഫക്റ്റ് കുറയുമെന്നും ഒരു ധാരണയുണ്ട്. അത് തെറ്റാണ്. നിങ്ങളോട് പറയാം, ഏതൊരു തിയേറ്ററിൽ നിന്നും നിങ്ങൾ 3D ആണ് കാണുന്നതെങ്കിൽ അത് സ്ക്രീനിൽ നിന്ന് ഏറ്റവും പിന്നോട്ട് അവിടെ നമ്മളെ കണ്ണിൻ്റെ ലെവൽ സ്ക്രീൻ വരുന്ന രീതിയിലുള്ള ഒരു ആംഗിൾ തന്നെ സീറ്റ് ഉറപ്പിക്കുക എന്നുള്ളത്, എങ്കിലേ ഏറ്റവും നല്ല 3D കിട്ടുള്ളൂ. അജയൻ്റെ രണ്ടാം മോഷണത്തിൽ 3D സീനുകൾ കുറവാണ്, ഉണ്ട്, ഇല്ല എന്നല്ല, കുറവാണ്. പക്ഷേ മുന്നോട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നോട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ പകുതി എഫക്റ്റ് പോലും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ്. ഒരിക്കലും 3D കാണാൻ മുന്നിലെ സീറ്റുകൾ തിരഞ്ഞെടുക്കരുത്. ഇനി ബാക്കിലത്തെ സീറ്റ് കിട്ടിയില്ല എന്ന് വരാം. അപ്പോൾ ഞാൻ പറയുന്നു, എന്ന് കിട്ടുമോ അന്ന് ബുക്ക് ചെയ്ത് പോയാൽ മതി, നമുക്കൊരു അത്യാവശ്യമില്ല. അപ്പോൾ ഏറ്റവും ബാക്ക് റോയിലെ മിഡിൽ സീറ്റിലിരിക്കുമ്പോഴാണ് ഒരു തിയേറ്ററിൽ ബെസ്റ്റ് 3D എക്സ്പീരിയൻസ് കിട്ടുന്നത്. ഇല്ലാത്ത പക്ഷം ഫ്രണ്ടിൽ പോകുന്നിടത്തോളം നിങ്ങൾക്ക് തലവേദനയും ഇറിറ്റേഷനും മറ്റ് ഛർദിലും എല്ലാം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, തലകറക്കമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഉറപ്പാണ്. അതുകൊണ്ട് മുന്നിലേക്കിരുന്ന് 3D കാണരുത്. സിനിമ മൊത്തത്തിൽ തിയേറ്ററിന് മുന്നിലേക്ക് പോകാൻ പാടില്ല, സ്ക്രീനിൻ്റെ അടുത്തോട്ട് പോകുന്നത് ശരിയല്ല. എങ്കിലും ചില ആളുകൾ അങ്ങനെ ഇരുന്ന് കാണാറുണ്ട്, ചിലർക്ക് അതാണ് ഇഷ്ടം. ഞാൻ ഈ സിനിമ കണ്ടത് ഏറ്റവും ബാക്ക് റോയിലെ മിഡിൽ സീറ്റിലിരുന്നാണ്. എനിക്ക് കിട്ടിയതായിരിക്കും ഈ തിയേറ്ററിൽ കണ്ട ബെസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ അതേപോലെ എല്ലാ തിയേറ്ററിലും നിങ്ങളും അങ്ങനെ ചൂസ് ചെയ്യുക. അങ്ങനെ കണ്ട ഞാൻ പറയുകയാണ്, 3D അടിപൊളിയായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട് സിനിമയ്ക്കകത്ത്. 3Dയിൽ ഷൂട്ട് ചെയ്ത പടമൊന്നുമല്ല, ഇതിലെ ചില കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ 3D എഫക്റ്റ് കൂടി നിൽക്കുന്നത്. ഒന്ന് തീപ്പൊരി, പിന്നെ ഈ കുന്തമെറിയുന്നത്, പിന്നെ തീപ്പന്തം, പിന്നെ മണ്ണ്, ഈ പൊട്ടിത്തെറിക്കുമ്പോഴുള്ള ഈ ചില്ലിങ്ങനെ തെറിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ 3D കൂടുതൽ എഫക്റ്റ് കൊടുത്തത്. അതൊക്കെ VFXൽ ആഡ് ചെയ്ത് വെച്ച് കയറ്റിക്കുന്നതാണ്. പിന്നെ വെള്ളം തെറിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ മാത്രമാണ് 3Dയിൽ വെച്ചിട്ടുള്ളത്. എങ്കിലും നമ്മൾ ഫുൾ സ്ക്രീനിൽ സിനിമ കാണുമ്പോൾ അതിൽ ആളുകൾ നിൽക്കുന്നതിൻ്റെ ഡെപ്തും അതൊക്കെ ഒരു 3D ഫീലുണ്ട്. പിന്നെ 3D തന്നെ കാണണമെന്ന് ചോദിച്ചാൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. 3Dയിൽ നല്ല തിയേറ്ററിൽ നല്ല രീതിയിൽ 3D കണ്ടാൽ നഷ്ടമൊന്നുമില്ല എന്നും ഞാൻ പറയാം. അപ്പോൾ 3Dയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സൗണ്ട് മിക്സ് സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. അല്ല ഇങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മുകളിൽ കൂടെയൊക്കെ വരുന്നത് അറ്റ്മോസൊക്കെ കറക്റ്റായിട്ട് ഫീൽ ചെയ്ത് കിട്ടി. സറൗണ്ടൊക്കെ നല്ല രീതിയിൽ കിട്ടി. അതിൻ്റെ കൂടെ ഈ കിടിലം BGM വരുമ്പോൾ അതും ഇതെല്ലാം കൂടെ ചേർത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ടൊവിനോ, ഡയറക്ഷൻ സ്റ്റൈൽ, മറ്റ് കാര്യങ്ങൾ, തിയേറ്റർ എക്സ്പീരിയൻസ് വമ്പൻ പടമായിരുന്നു, ഒരു തരത്തിൽ നോക്കില്ല. പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഞാൻ പറഞ്ഞില്ല, കഥയ്ക്കകത്തുള്ള ഒരു പുതുമയില്ല. പഴയ കഥയെ ഇങ്ങനെ പൂശി എടുത്ത് വേറെ രീതിയിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. അതിൽ പുതുമയൊന്നും പ്രത്യേകം തോന്നിയില്ല. അപ്പോൾ നിങ്ങളും ഓണച്ചിത്രങ്ങളിൽ പടങ്ങൾ വരാനുണ്ട്. ഇന്ന് തന്നെ ഒരു 4 സിനിമ വന്നു. അതിൽ വേണമെങ്കിൽ നമുക്ക് ബെസ്റ്റ് സിനിമയായിട്ട് 100% മുതലാക്കാൻ പറ്റിയ ഒരു സിനിമ, ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ ഒരു സിനിമയാണ് അജയൻ്റെ രണ്ടാം മോഷണം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കാണണം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറ്റുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഓണാശംസകൾ.